ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. റോമാസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുക. പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അവിടെ പറയുന്നു, ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പുറമേ ഉള്ളതല്ല, നമ്മുടെ അകമേ ഉള്ളത് ദൈവം അറിയുന്നു. അതാണ് യേശു ഒരു ഭാഗത്ത് പറഞ്ഞത്, കിണ്ടികിണ്ണങ്ങളുടെ പുറം നിങ്ങൾ വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകം ശരിയല്ല. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ അവസാനം വരെ നിന്നിട്ട് കൊള്ളരുതാത്തവരായി പോകാതിരിപ്പാൻ ഈ വചനത്തെ ഒന്ന് ചിന്തിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ പുറമേ അല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ അകമാ കർത്താവ് നോക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും, ആത്മാവിൽ സഞ്ചരിച്ചവരെ. അവരുടെ ജീവിതത്തിനകത്ത് വന്ന സാഹചര്യങ്ങൾക്കകത്തൊക്കെ അവർക്ക് വേണമെങ്കിൽ ദൈവത്തിന് വിരോധമായിട്ട് ചലിക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും ചുവട് വയ്ക്കാതെ അപ്പൻ്റെ ഇഷ്ടത്തിനകത്ത് തന്നെ നിന്നവരെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റും. കാരണം എന്തുവാ? അവരുടെ അകത്തെ മനുഷ്യനിൽ വ്യാപരിക്കുന്ന അഭിഷേകം. പ്രിയരെ, ഉള്ളമറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ, പല സാഹചര്യങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മെ തെറ്റിലേക്ക് നടത്തുന്ന, നമ്മുടെ ആത്മീയതയെ തകർത്ത് കളയുന്ന വിഷയങ്ങൾ മുമ്പിൽ വരുമ്പോൾ നമ്മോട് തന്നെ പരിശുദ്ധാത്മാവ് പറയും, നോ. നമ്മോട് ഇടപെടുന്ന ആ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ ഈ വചനം പറയുന്നത് പോലെ വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നമ്മുടെ ചാർച്ചക്കാരറിയുന്നു എന്നല്ല, നമ്മുടെ സ്നേഹിതരറിയുന്നു എന്നല്ല, നമ്മുടെ അപ്പനും അമ്മയും അറിയുന്നു എന്നല്ല ഈ പറയുന്നത്. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതിൻ്റെ അർത്ഥം നമ്മെ പരിശോധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ലേ, നമ്മെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ലേ. ഇയ്യോബിൻ്റെ ചുറ്റും വേലി കെട്ടിയിരുന്ന ദൈവം സാത്താൻ്റെ കറക്കം കണ്ടപ്പോൾ ദൈവം ചോദിച്ചില്ലേ, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? അപ്പം നമ്മെ കാണുന്ന ഒരു ദൈവം ഇല്ലേ ജീവിതത്തിനകത്ത്? ആ ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിശുദ്ധീകരിച്ച്, ചിന്തകളെ വിശുദ്ധീകരിച്ച്, ക്രിസ്തുവിൽ എല്ലാറ്റിനെയും പിടിച്ചടക്കി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.